അവസാന 28 പന്തുകളിൽ ജയിക്കാൻ വേണ്ടത് വെറും 27 റൺസ്. ക്രീസിലാണെങ്കിൽ കില്ലർ മില്ലറും അടിക്കാൻ മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയ ഹെൻറിച്ച് ക്ലാസനും. ഇന്ത്യൻ ആരാധകരെല്ലാം തോറ്റു എന്ന് ഉറപ്പിച്ച് മൈതാനം വിടാൻ ഉറപ്പിച്ചിരുന്നു. TV സ്ക്രീനിനും മൊബൈൽ സ്ക്രീനിനും മുന്നിൽ കോടികൾ ആ നവംബർ 19 തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ കണ്ണീരിന്റെ ബാക്കി പത്രമാകും ഈ ജൂൺ 29 എന്നും അവർ മനസ്സിൽ ഉറപ്പിച്ചു. നിരാശ, കാലങ്ങളായി നമ്മെ പിന്തുടരുന്ന നിരാശ, അതുമാത്രമായിരുന്നു അപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് സ്വന്തം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെയുള്ള ട്രോളുകൾ വന്നു തുടങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി പഠിക്കൽ കലമുടച്ച ഹീനന്മാർ. അതെ, ഇന്ത്യയുടെ സാധ്യത ഏറെക്കുറെ അവസാനിച്ചിരുന്നു. They were almost lost. എന്നാൽ TV ഓഫ് ചെയ്തു പോയവർ പിന്നിൽ നിന്ന് കേട്ട ഹർഷാരവങ്ങളുടെ മാറ്റൊലിയാൽ തിരിഞ്ഞു നോക്കി. അപ്രാപ്യമെന്നുറപ്പിച്ചിരുന്ന വെല്ലുവിളി പടിപടിയായി ഇന്ത്യ മറികടന്നു തുടങ്ങുന്നു. എങ്ങും നിശബ്ദത. അവസാന വിജയം സ്വന്തമാക്കുന്നതുവരെ അവർ കലറി വിളിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഹെൻറിച്ച് ക്ലാസനെ ഒരു ഔട്ട്സൈഡ് ഓഫ് കട്ടർ കൊണ്ട് പന്തിന്റെ കൈകളിൽ എത്തിച്ച ഹാർദിക്. മാർക്കോ യാൻസനെ എന്തിവിടെ നടന്നോ എന്ന് ആലോചിക്കുന്നതിന് മുന്നേ തന്നെ ലെഗ് സ്റ്റംപ് കടപുഴക്കി എറിഞ്ഞ ബുംറ. അവസാനം ബൗണ്ടറി ലൈനിൽ നിന്ന് കില്ലർ മില്ലർ അടിച്ചുവിട്ട പന്തിനെ അസാമാന്യമായ കൺട്രോളിലൂടെ കൈകളിൽ ഒതുക്കിയ സൂര്യകുമാർ. എല്ലാം സ്വപ്നം പോലെ. അങ്ങനെ 7 റൺസ് അകലെ സൗത്ത് ആഫ്രിക്ക വീഴുമ്പോൾ ആഞ്ഞടിക്കാൻ വെമ്പിയ കടലലകൾ തീരത്തേക്ക് പാഞ്ഞെടുത്തു. ആർത്തു പെയ്യാൻ വിതുമ്പിയ മഴ ബാർബഡോസിലേക്ക് കുതിച്ചെത്തി. സൗത്ത് ആഫ്രിക്കൻ ജനത ഞങ്ങൾ അണഞ്ഞുപോയ ചാരമാണെന്ന് വിശ്വസിച്ചു. പക്ഷെ അതിലെ കനൽത്തരികൾ മാത്രം മതിയായിരുന്നു ലോകത്തെ മുഴുവനായി ചാമ്പലാക്കാൻ. അതെ, ഇത് ഇന്ത്യയുടെ തിരിച്ചുവരവാണ്. 23-ലെ തോൽവിക്ക് ഓസ്ട്രേലിയക്കും 22-ലെ തോൽവിക്ക് ഇംഗ്ലണ്ടിനും കണക്കിന് കൊടുത്തുകൊണ്ട് പ്രതികാരം തീർത്ത ജനതയുടെ തിരിച്ചുവരവാണ്. കണ്ണീരിനും നിരാശയ്ക്കും സുവർണമായ രാത്രി സമ്മാനിച്ച പോരാളികളുടെ തിരിച്ചുവരവാണ്. യെസ്, ഇറ്റ് വാസ് ദ ഗോഡ്സ് പ്ലാൻ. എല്ലാ ഇന്ത്യക്കാരും രോമാഞ്ചത്താൽ ഉയർന്നു ചാടിയ നിമിഷം. കാലങ്ങളായി വിട്ടുനിന്ന ആ സുവർണ രാത്രി സ്വന്തമായ നിമിഷം. ഇന്ത്യയുടെ വെന്നിക്കൊടി ലോകത്തിനു മുഴുവൻ മുകളിലായി പാറിപ്പറന്ന നിമിഷം. അവസാനം മെസ്സി സ്റ്റൈലിൽ ലോകകപ്പ് വാങ്ങുന്ന ദൃശ്യവും ഏതൊരു ക്രിക്കറ്റ് ആരാധകനും ഒരൽപ്പം കണ്ണീരോടെയല്ലാതെ കണ്ടു തീർത്തിട്ടുണ്ടാകില്ല. അതെ, 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം ഒന്നുചേർന്ന് ഒരൊറ്റ കൊടിക്കീഴിൽ വരുന്ന ദിവസം സ്വന്തമാക്കി തന്ന ഒരുപാട് യൗവനങ്ങളെ ക്രിക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ നായകൻ, അവർ ജം, അവർ ഇമോഷൻ, ദ ഗ്രേറ്റ് രോഹിത് ഗുരുനാഥ് ശർമ്മ.